ജാസ്മിൻ വിവാഹത്തിന് സമ്മതിച്ച സ്ഥിതിക്ക് ജാസ്മിൻ്റെ ഡാഡിക്ക് വാക്ക് കൊടുത്ത പോലെ തന്നെ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ നമുക്ക് വിവാഹം നടത്താം. ആദ്യം വരനും കൂട്ടരും വന്ന് പെണ്ണ് കാണട്ടെ, അല്ലേ? അവര് നാളെ വരുന്നല്ലേ പറഞ്ഞേ? അവര് നാളെ തീർച്ചയായിട്ടും എത്തും. എന്നാ അവരും കൂടെ വന്നിട്ട് ദിവസവും മുഹൂർത്തം നിശ്ചയിച്ച പോരെ? ജാസ്മിൻ, എന്തുപറ്റി? വിശാലിന് മാത്രമേ വിവാഹം കഴിക്കുമെന്ന് ശപഥം എടുത്തിട്ട് ഇപ്പെന്താ തീരുമാനം മാറ്റിയത്? എനിക്ക് അതിനുള്ള ഭാഗ്യമൊന്നുമില്ല ആൻറ്റി. ഇതാ എൻ്റെ വിധി. ഇത് ഞാൻ അംഗീകരിച്ചേ മതിയാവും. അതെ, ദിവസം കുറിക്കുന്നതിനോടൊപ്പം തന്നെ ജാസ്മിന്റെ വിവാഹം എങ്ങനെ ഗംഭീരമാക്കണമെന്ന് നമുക്കൊന്ന് പ്ലാൻ ചെയ്യണം. പാർവതി, ജാസ്മിൻ വിവാഹത്തിന് സമ്മതിച്ചു കഴിഞ്ഞു. ആ സ്ഥിതിക്ക് വിവാഹം നമ്മൾ ഗംഭീരമായി നടത്തണം. അതിന്റെ മേൽനോട്ടം മുഴുവൻ ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നത്. നിന്റെ ഐഡിയക്കനുസരിച്ച് വേണം എല്ലാം നടത്തേണ്ടത്. ഇതെന്ത് പരീക്ഷണോ? ഒരു വശത്ത് ജാസ്മിൻ വിശാൽ സാറിനെ വിവാഹം കഴിക്കാൻ നിൽക്കുന്നു, മറുവശത്ത് ആ വിവാഹം നടത്താൻ വേണ്ട ഒരുക്കങ്ങൾ ചെയ്തു കൊടുക്കാൻ വിശാൽ സാർ എന്നോട് പറയുന്നു. പാർവതി, നീ എന്താ ആലോചിച്ച് നിൽക്കുന്നേ? ജാസ്മിന്റെ വിവാഹത്തിന്റെ മേൽനോട്ടം ഏറ്റെടുക്കാൻ നീ തയ്യാറല്ലേ? പാർവതി, ജാസ്മിനെ കാണാനുള്ള വരനും കൂട്ടരും നാളെ എത്തും. അവരെ സൽക്കരിക്കാനുള്ള വിഭവങ്ങളൊക്കെ ഒരുക്കി വെക്കണം. ചെല്ല്. പെണ്ണിന്റെ ഫോട്ടോ പ്രഭാവതി അമ്മ അയച്ചു തന്നപ്പോ തന്നെ ഞങ്ങൾക്ക് പെൺകുട്ടിയെ ഇഷ്ടമായി. വിവാഹം നിങ്ങൾ പറഞ്ഞ പോലെ ഒരാഴ്ചക്കുള്ളിൽ നടത്തുന്നതിൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ഒരാഴ്ചക്കുള്ളിൽ ഏത് ദിവസം ഏത് മുഹൂർത്തത്തിൽ വിവാഹം നടത്താൻ പറ്റൂന്ന് ജോത്സ്യം കുറിച്ചു തന്ന അതുപോലെ വിവാഹം നടത്താം. ഒരാഴ്ചയ്ക്കുള്ളിൽ ജാസ്മിന്റെ വിവാഹം നടത്താമെന്ന് ഞാൻ ജാസ്മിന്റെ അച്ഛന് വാക്ക് കൊടുത്തത്. അതെനിക്ക് നിറവേറ്റിയേ പറ്റൂ. നിങ്ങൾക്ക് പ്രയാസമില്ലാത്ത സ്ഥിതിക്ക് നമുക്ക് ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ നടത്താം. പെണ്ണിനെ കണ്ടില്ലല്ലോ. ഇപ്പൊ വിളിക്കാം. ജാസ്മിൻ, ജാസ്മിൻ. ജാസ്മിൻ ഇപ്പൊ വരും. പാർവതി അവളെ ഒരുക്ക. ആരാ ഈ പാർവതി? എന്റെ ഭാര്യ പാർവതി. അവളാ ജാസ്മിന്റെ കല്യാണത്തിന് മേൽനോട്ടം വഹിക്കുന്നത്. ഓ, അത് ശരി. അപ്പൊ ഇത് എന്റെ മകന്റെ ഭാര്യ ഗാർഗി. ആ, ദേ വരുന്നു. പെണ്ണ് വന്നേ. ജാസ്മിൻ, ഈ ചായ എടുത്ത് എല്ലാവർക്കും കൊടുക്കും.
ചെക്കനിപ്പോ പെണ്ണിനെ നേരിട്ട് കണ്ടല്ലേ ഉള്ളൂ. എന്തു പറയുന്നു, ഇഷ്ടായോ? ഇനി ചെക്കനും പെണ്ണിനും എന്തെങ്കിലും നേരിട്ട് സംസാരിക്കാനുണ്ടെങ്കിൽ ആവാം. നിനക്ക് വല്ലത് സംസാരിക്കാനുണ്ടോടാ? ഏയ് ഇല്ല. എനിക്ക് സംസാരിക്കാനുണ്ട്. നിങ്ങൾ ചെന്ന് സംസാരിക്കേ. ഓക്കെ. അല്ല, വിശാലിന്റെ അച്ഛനെയും അച്ഛമ്മയും കണ്ടില്ലല്ലോ. അവരൊരു തീർത്ഥയാത്രയ്ക്ക് പോയിരിക്കുക. അച്ഛൻ ഇത്ര നാളും പാരാലിസിസ് ബാധിച്ച് കിടക്കുമായിരുന്നല്ലോ. ഇപ്പോഴാ ഭേദമായത്. അച്ഛന്റെ അസുഖം ഭേദമാവുകയാണെങ്കിൽ അച്ഛനെയും കൊണ്ട് കുറച്ച് ക്ഷേത്രങ്ങൾ സന്ദർശിക്കാമെന്ന് അച്ഛമ്മ നേർച്ച നേർന്നിരുന്നു. ആ നേർച്ച നിറവേറ്റാൻ അച്ഛനും അച്ഛമ്മയും കൂടി പോയിരിക്കുക. അത് ശരി. കുട്ടിക്ക് എന്താണ് എന്നോട് സംസാരിക്കാനുള്ളത്? എന്താ അറിയേണ്ടത്? എടോ, അഭിനയിച്ചത് മതി. താൻ എന്റെ കയ്യിൽ നിന്ന് എണ്ണി വാങ്ങിയ പണത്തിന് കൃത്യമായിട്ട് പണിയെടുക്കുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് ബോധ്യായി. ഇനി കൂടുതൽ അഭിനയിച്ചേ താനിത് കൊളവാക്കാതിരുന്നാ മതിയേ. ഓക്കെ സ്വീറ്റി. സ്വീറ്റിയോ? സോറി ജാസ്മിൻ. മാഡം അങ്ങനെ വിളിച്ചാ മതി. ശരി മാഡം. ആ അല്ല, തന്റെ കൂടെ വന്ന തന്തയും തള്ളയും വിശ്വസിക്കാൻ കൊള്ളാമോ? പിന്നെ അവർ ഒന്നാം തരം സ്റ്റേജ് ആർട്ടിസ്റ്റുകളല്ലേ. എന്റെ അച്ഛനും അമ്മയായിട്ട് അവർ അഭിനയിക്കുകയല്ല, ജീവിക്കുകയല്ലേ. അതല്ല ഞാൻ ചോദിച്ചത്. കൂടെ നിന്നിട്ട് അവസാനം നമുക്കിട്ട് പണിയില്ലല്ലോ. ഏയ്, അതൊന്നും ഉണ്ടാവില്ല. ആ പേടി വേണ്ട. മാഡം ഈ നടത്തുന്ന നാടകത്തെ പറ്റി അവർ മറ്റുള്ളവരോട് കമാന്നൊരു അക്ഷരം വേണ്ടില്ല. ശരി, ഓക്കെ. അല്ല, പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ അല്ലേ? വള്ളിപുള്ളി തെറ്റാതെ എല്ലാം ഓർമ്മയുണ്ട്. നമ്മുടെ പ്ലാൻ അനുസരിച്ച് തന്നെ എല്ലാം നടക്കണം. കല്യാണ മണ്ഡപത്തിൽ വെച്ച് വിവാഹം നടക്കുന്ന നേരത്ത് ഞാൻ പറഞ്ഞ കാര്യം അതുപോലെ സംഭവിച്ചിരിക്കണം. അതങ്ങനെ സംഭവിച്ചിരിക്കും. ആ, ഇത് ഓർമ്മിപ്പിക്കാൻ തന്നെയാ തന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. എന്നാ വാ, പോ വാ. നിങ്ങൾ തമ്മിൽ പരസ്പരം സംസാരിച്ചിട്ട് എന്തായി? രണ്ടുപേർക്കും പരസ്പരം ഇഷ്ടപ്പെട്ടോ? ഇഷ്ടായി. ആദ്യ കാഴ്ചയിൽ തന്നെ എനിക്കിഷ്ടപ്പെട്ടു. ഇപ്പൊ സംസാരിച്ചപ്പോ കൂടുതൽ ഇഷ്ടായി. തുറന്നു പറഞ്ഞ ഞാൻ മനസ്സിൽ കണ്ടിരുന്ന പെൺകുട്ടി തന്നെയാ ജാസ്മിൻ. ജാസ്മിനോ? ജാസ്മിന് പയ്യന് ഇഷ്ടായോ? എനിക്കും ഇഷ്ടായി. ആ, അപ്പൊ പിന്നെ തീരുമാനിച്ചതുപോലെ തന്നെ ഒരാഴ്ചക്കുള്ളിൽ കല്യാണം നടത്താം. നടത്താം. ഏതായാലും കൊടുത്ത കാശിനുള്ള ജോലി ആ പയ്യനും അവന്റെ അച്ഛനമ്മമാരായിട്ട് അഭിനയിച്ചവരും കൃത്യമായിട്ട് ചെയ്തു. സംഗതി പാളിപ്പോകുന്നൊരു ചെറിയ ടെൻഷൻ എനിക്ക് ഉണ്ടായിരുന്നു. എന്തായാലും പ്രതീക്ഷിച്ച പോലെ കാര്യങ്ങളെല്ലാം മംഗളമായി കഴിഞ്ഞാൽ സമാധാനം. സമാധാനിക്കാൻ വരട്ടെ. ഒന്നും ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. തുടങ്ങാൻ പോകുന്നതേയുള്ളൂ. കല്യാണം നടക്കുന്നിടം വരെ ഞാനും നീയും വളരെയധികം ശ്രദ്ധിക്കണം. എവിടെയും ഒരു പാളിച്ച പോലും വരാതെ ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ അറിയാലോ.
ഇല്ലെങ്കിൽ പതിവ് പോലെ ഈ പദ്ധതിയും പൊളിയും. എടാ നീ നിന്റെ കരുനാക്കെടുത്ത് വളച്ചൊന്നും പറയല്ലേ. ഞാനിവിടെ സംഭവിച്ച നമ്മുടെ പരാജയങ്ങൾ വെറുതെ ഓർത്ത് പറഞ്ഞെന്നേ ഉള്ളൂ. എടാ ഞാൻ പറഞ്ഞല്ലോ, ഇത്തവണ ഒരു കാരണവശാലും നമ്മൾ പരാജയപ്പെടാൻ പാടില്ല. പ്രവേച്ചി, നിങ്ങൾ എന്താ ഇവിടെ ചെയ്യുന്നേ? ചോദിച്ചത് കേട്ടില്ലേ? നിങ്ങൾ എന്താ ഇവിടെ ചെയ്യുന്നേന്ന്? സുശീലേ, നിനക്ക് എന്താ വേണ്ടത് അത് പറയ്. എന്താ നിങ്ങളുടെ ഉദ്ദേശം? നിങ്ങൾ അവിടെ എവിടെയും തൊടാതെ ചോദിച്ചാ ഞങ്ങൾ എന്തുത്തരം പറയാനാ? എന്താന്ന് വെച്ചാ തെളിച്ചു ചോദിക്ക്. നിങ്ങൾ ചതിക്കുകയാണല്ലേ? മനസ്സിലായില്ല. എന്താ സുശീലേ, നിനക്ക് എന്താ പറ്റിയത്? ഞങ്ങൾ നിന്നെ എങ്ങനെ ചതിച്ചു എന്നാ നീ പറയുന്നേ? അതെ, നിങ്ങൾ എന്നെയല്ല ചതിച്ചത്. പിന്നെ ആരെ ചതിച്ചു എന്നായി പറയുന്നേ? ജാസ്മിനെ. ജാസ്മിനെ ഞങ്ങൾ എങ്ങനെ ചതിച്ചു എന്നാ മനസ്സിലായില്ല. അതെന്താ മനസ്സിലാവാത്തെ? ജാസ്മിനും വിശാലും തമ്മിലുള്ള വിവാഹം നടത്തിക്കൊടുക്കാന്ന് പറഞ്ഞല്ലേ നിങ്ങൾ അവളെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചത്? എന്നിട്ടിപ്പോ ഏതോ ഒരു ചെറുക്കന് കല്യാണം കഴിപ്പിച്ചു കൊടുക്കാൻ പോകുന്നു. ആ വിവാഹത്തിന് ജാസ്മിന് കുഴപ്പമില്ലല്ലോ, പിന്നെ സുശീലേച്ചിക്ക് എന്തോ കുഴപ്പം? എനിക്ക് പ്രശ്നമുണ്ട്. ജാസ്മിനും വിശാലും തമ്മിലുള്ള വിവാഹം നടന്നു കാണാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് ഞാനാ. അവര് തമ്മിലാ വിവാഹം കഴിക്കേണ്ടത്. ആ വിവാഹം നടക്കണം, നടന്നേ തീരൂ. സുശീല, ആ വിവാഹം തന്നെ നടക്കും. വിശാല് തന്നെ ജാസ്മിന്റെ കഴുത്തിൽ താലി കെട്ടും. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പൊ ജാസ്മിൻ സുശീലേച്ചോടൊന്നും പറഞ്ഞില്ലേ? ഇല്ല. സുശീലേ, ഇതൊക്കെ ഒരു നാടകമല്ലേ? നാടകോ? പറയാം. എങ്ങനെയുണ്ട് ഐഡിയ? കൊള്ളാം, ഗംഭീരം. ഗാർഗി, നീ എന്തോ വലിയ ചിന്തയിലാണെന്ന് തോന്നുന്നല്ലോ. ഞാനേ ജാസ്മിനെ പെണ്ണ് കാണാൻ വന്ന ചെക്കനെ കുറിച്ച് ചിന്തിക്കുമായിരുന്നു. എന്തു പറ്റി? ആ പയ്യനെ കണ്ടിട്ട് പാർവതിക്ക് എന്തു തോന്നുന്നു? എനിക്ക് അതവിടെ നിൽക്കട്ടെ. അല്ലെങ്കിൽ തന്നെ എൻ്റെ അഭിപ്രായത്തിന് ഇവിടെ എന്താ പ്രസക്തി? നിനക്ക് അയാളെക്കുറിച്ച് എന്തോ പറയാനുള്ള പോലെ തോന്നുന്നല്ലോ. നീ അത് പറയൂ. എനിക്ക് അവനാളത്ര പന്തി അല്ലാത്തതുപോലെയാ തോന്നുന്നേ. എനിക്കെന്തോ അവനെ അങ്ങോട്ട് ബോധിച്ചില്ല. അത് കൊള്ളാം. എൻ്റെ പൊന്ന് ഗാർഗി, നിനക്കല്ലല്ലോ അവനെ ബോധിക്കേണ്ടത്, ജാസ്മിനല്ലേ? ജാസ്മിന് അയാളെ ബോധിച്ചല്ലോ, പിന്നെന്താ? അവൾക്ക് ബോധിക്കുകയോ ബോധിക്കാതിരിക്കുകയോ ചെയ്തോട്ടെ. പക്ഷേ അവൻ ആളത്ര ശരിയല്ല. അവന്റെ ബോഡി ലാംഗ്വേജിലൊക്കെ ഒരു വശപ്പിശക്. മാത്രമല്ല, ജാസ്മിനെ കണ്ട ഉടനെ തന്നെ ഒന്നും ആലോചിക്കാതെ അവൻ വിവാഹത്തിന് സമ്മതിക്കുകയും ചെയ്തു. അതൊരു പക്ഷേ അവൻ ജാസ്മിന്റെ സൗന്ദര്യത്തിൽ മയങ്ങിയതുകൊണ്ടാണെങ്കിലോ? പിന്നെ ഇതൊന്നുമല്ല, അവനൊരു ഫ്രോഡ് തന്നെയാ. അവനെ ഞാൻ എവിടെയോ കണ്ടതുപോലെ.
ഞാൻ എവിടെയാ കണ്ടത്? എവിടെയോ കണ്ടിട്ടുണ്ട്. ആ, പിടികിട്ടി. ഇപ്പൊ പിടികിട്ടി. ഇവനെ ഞാൻ കണ്ടതേ സോഷ്യൽ മീഡിയയിലാ. ഇവൻ പെണ്ണുങ്ങളെ പറ്റിച്ച് പണം തട്ടിയെടുക്കുന്നവനാ. ഇതവൻ തന്നെ. ഇതവൻ തന്നെയാ. ഉറപ്പാണോ? ഉറപ്പ്, ഉറപ്പ്. എന്നാ പിന്നെ അവനെ വെറുതെ വിടാൻ പാടില്ലല്ലോ. ആ, പാടില്ല. ഇവനെ പൊക്കണം. പാർവതി എന്റെ കൂടെ നിൽക്കൂ. ഞാനുണ്ട് നിന്റെ ഒപ്പം. വിപിൻ സാറേ, ഞാനിപ്പോ ഒരു കോഫി കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആലോചിച്ചതേ ഉള്ളൂ. അന്നേരം പാർവതി കൃത്യസമയത്ത് തന്നെ കോഫി ഉണ്ടാക്കി നിന്റെ കയ്യിൽ കൊടുത്തേച്ചു. ഇത് ആരുണ്ടാക്കിയെന്നാ പറഞ്ഞേ? പാർവതി. ഇത് ചേച്ചി ഉണ്ടാക്കിയ കോഫിയൊന്നും അല്ല, ഇത് ഉണ്ടാക്കിയത് ഞാനാ. നീയോ? എന്താ, ചേച്ചിക്ക് മാത്രമേ കോഫി ഉണ്ടാക്കാൻ അറിയുള്ളൂ? ഇത് പാർവതി ഉണ്ടാക്കുന്ന കോഫിയുടെ മണമാണല്ലോ. എന്നാലേ ഇത് ചേച്ചി ഉണ്ടാക്കിയതല്ല, ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയതാ. സാറ് കുടിച്ചു നോക്ക്. വിപിൻ സാറേ, സാർ ഈ 2 കപ്പ് കോഫിയിൽ ഒന്നിൽ ഞാൻ വിഷം കലർത്തിയിട്ടുണ്ട്. കൊള്ളാലോ. എന്നിട്ട് സാർ എന്നെ വിവാഹം കഴിക്കില്ല എന്ന ഉറച്ച തീരുമാനത്തിലാണല്ലോ. അതിനെന്താ സംശയം? ഇനിയും എന്റെ പിന്നാലെ കല്യാണം എന്ന് പറഞ്ഞ് നടക്കാതെ നീ നിന്റെ പാട് നോക്ക് പല്ലവി. അപ്പൊ സാറിന്റെ തീരുമാനത്തില് മാറ്റമൊന്നുമില്ലല്ലോ? ഇല്ല. അതുകൊണ്ടാ ഞാൻ ഇതിൽ വിഷം കലർത്തിയത്. ഏത് കപ്പിലെ കോഫിയിലാണ് വിഷം കലർത്തിയതെന്ന് എനിക്ക് പറയില്ല. ഏതായാലും നമ്മുടെ വിവാഹം നടക്കാൻ സാധ്യതയില്ലാത്ത സ്ഥിതിക്ക് ഇനി നമ്മൾ 2 പേരില് ആരെങ്കിലും ഒരാൾ ജീവിച്ചിരുന്നാ മതി. ഒന്നുകിൽ ഞാൻ, അല്ലെങ്കിൽ വിപിൻ സാറ്. മതി മതി, അത് മതി. എന്റെ പൊന്നു കൊച്ചേ, ആ വക നമ്പർ ഒന്ന് എന്റെ അടുത്ത് എടുക്കാതെ നീ ഒന്ന് പോയേ. എന്താ, വിഷം കലർത്തിയെന്ന് പറഞ്ഞിട്ട് സാറിന് വിശ്വാസമായില്ലേ? തീരെ വിശ്വാസമില്ല. എന്നാ സാർ ഈ കോഫി കുടിക്ക്, ഞാനും കുടിക്കാം. എന്നിട്ട് ആരാ മരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആ, പല്ലവി പല്ലവി പല്ലവി. ഈശ്വര, ഇവള് പറഞ്ഞതുപോലെ ഇനി വിഷം ചേർത്തോ? പല്ലവി പല്ലവി പല്ലവി. പല്ലവി 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 പല്ലവി, കണ്ണുറക്ക് പല്ലവി. നീ എന്നെ പറ്റിക്കായിരുന്നല്ലേ? ഇതുപോലുള്ള തമാശയായിട്ട് ഇനി എന്റെ അടുത്ത് വന്നാ ഞാൻ ആരാണെന്ന് നീ അറിയും. സാറേ, ഇത് സാറിനുള്ളൊരു വാർണിംഗ്. മര്യാദയ്ക്ക് എന്നെ വിവാഹം കഴിച്ചില്ലെങ്കിൽ ഞാൻ സത്യമായിട്ട് വിഷം കഴിച്ചു ചാവും. പിന്നെ നീ വിഷം കഴിക്കും പോലും. നിനക്കേ ഇതുപോലുള്ള നമ്പർ ഇറക്കാനേ കഴിയൂ. വിഷം കഴിച്ച് മരിക്കാനുള്ള ധൈര്യമൊന്നും നിനക്കില്ല. അത് സാറിന്റെ തെറ്റിദ്ധാരണയാ. നമുക്ക് കാണാം. കാണാം. സാർ എന്നെ കെട്ടിയില്ലെങ്കിൽ ഞാൻ വിഷം കഴിച്ചു ചാവും. ഏയ്, ഞാൻ വിഷം കഴിച്ചു ചാവുന്ന്. വിപിൻ സാറേ, സാറിന് എന്നെ അറിയാഞ്ഞിട്ടാ. സാറിന് എന്റെ ഭർത്താവായി കിട്ടാൻ വേണ്ടി ഞാൻ ഏതറ്റം വരെയും പോവും.
ചേച്ചി ആ നീ വന്നോ? നിന്നെ കാണാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. എന്താ ചേച്ചി? ഡാ, ആ കണക്കില് കുറച്ച് വ്യത്യാസങ്ങൾ കാണുന്നുണ്ടല്ലോ. കുറച്ച് പണം വകമാറ്റി ചെലവഴിച്ചിരിക്കുന്നു. ആ. പക്ഷെ ആ പണം എങ്ങോട്ട് പോയി എന്നതില് ഒരു വ്യക്തതയുമില്ല. നീയല്ലേ അതൊക്കെ തയ്യാറാക്കിയത്? ആ പണം എവിടെ? അത് അതിലെഴുതിയിരിക്കുന്ന കണക്കുകളെല്ലാം കൃകൃത്യമാണല്ലോ ചേച്ചി. എന്ത് കൃത്യം? അതിൽ കുറച്ച് മിസ്റ്റേക്ക് ഉണ്ട്. നീ എന്തോ ഒരു തിരിമറി അതിനകത്ത് നടത്തിയിട്ടുമുണ്ട്. സത്യം പറയടാ. ഡാ, എടാ ഞാനല്ലേ ചോദിക്കുന്നേ, എന്നോട് നീ കള്ളം പറയോ? ചേച്ചിയോട് ആയതുകൊണ്ട് ഉള്ള കാര്യം ഞാൻ പറയാം.